കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബ ബന്ധം തകരാൻ കാരണമായി. ഒരു ആഘോഷങ്ങളുടെ സമയത്ത് സമ്പത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബന്ധം മുറിഞ്ഞുപോയി. സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ സമയത്ത് പ്രശ്നമുണ്ടായി, സഹോദരങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ ഒരു വഞ്ചനാത്മകമായ പ്രവൃത്തി നടന്നു. ആ കുടുംബത്തിലോ അവിടെ മക്കളിലൊക്കെ ഈ സാമ്പത്തിക മേഖലകളിൽ തന്നെ അസ്വസ്ഥത ഉണ്ടാകുന്ന കണക്ക് ബന്ധങ്ങളെക്കാളും ഉപരിയായി, ദൈവിക ആലോചനകളെക്കാൾ ഉപരിയായി ഒരിക്കലും മാനുഷിക തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. തിന്മയായിട്ട് മാറും. ദൈവം ആഗ്രഹിക്കുന്നത് ബന്ധമാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് സമ്പത്തായിരിക്കും. ദൈവത്തെ ദൈവിക നിയോഗങ്ങളെയും തീരുമാനങ്ങളെയും സമ്പത്തിന്റെ പേരിൽ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇന്നലകളിൽ അങ്ങനെ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട് എങ്കിൽ ആ കുടുംബത്തിലും തലമുറകളിലും സാമ്പത്തിക മേഖലകളിൽ നിരന്തരമായ ഒരു ഞെരുക്കം നേരിടുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു വാക്യം പറഞ്ഞാൽ സമ്പത്തിന് വേണ്ടി ദൈവത്തെ ഉപേക്ഷിക്കുകയോ ദൈവിക നിയമങ്ങളെ മറികടക്കുകയോ ചെയ്താൽ, തിരസ്കരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്താൽ ആ കുടുംബവും കുടുംബത്തിന്റെ തലമുറകളിൽ സാമ്പത്തികം, അതുകൊണ്ടാണ് നമ്മൾ കൈക്കൂലി മേടിക്കാന്ന് പറയുന്നത് അല്ലേ? കൈക്കൂലി മേടിക്കരുത്, കള്ളത്തരം കാണിക്കരുത്, കള്ളത്രാസ് ഉണ്ടാകരുത്, കള്ളപ്പലിശ മേടിക്കരുത്. ദൈവിക നിയമങ്ങളെക്കാളും ഉപരിയായി സമ്പത്തിന് പ്രാധാന്യം കൊടുക്കാൻ സാധ്യമായാൽ, അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് പോലും സാമ്പത്തിക വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ അത് വിദൂര ഭാവിയിൽ നമ്മുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ തന്നെ അസ്വസ്ഥതയായിട്ട് മാറും. ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കൃത്യമായി ഇന്ന കാരണം കൊണ്ട് ഇത് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അനേകം കുടുംബങ്ങളുടെ സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങളെ നമ്മൾ ആത്മീയമായി വിവേചിക്കുകയും വചനത്തിലൂടെയും ശുശ്രൂഷകളിലൂടെയും ധ്യാന ദിവസങ്ങളിലൊക്കെ കടന്നുപോയപ്പോൾ മനസ്സിലായ ഒരു ആത്മീയ വിഷയം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇതിലേതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നിട്ടുണ്ടോ? മനസ്സിലാക്കി നിങ്ങൾക്ക് അർഹതപ്പെടാത്തത് എന്തെങ്കിലും നിങ്ങളുടെ കൈവശം വെച്ചിട്ടുണ്ടോ? നേർച്ച നേർന്നിട്ട് അത് പാലിക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നല്ലതായിരിക്കും. ആ വിഷയങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലുള്ള ഒത്തിരിയേറെ തടസ്സങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടും. പിന്നെ ചങ്കുകുത്തി നിലവിളിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ കുടുംബത്തില്. തമ്പുരാനോട് നേർച്ച നേർന്നിട്ട് അത് പാലിക്കാതിരുന്നിട്ടുണ്ട്. അവരെ അർഹതപ്പെട്ടത് ചതിച്ചും വഞ്ചിച്ചൊക്കെ ഞാൻ സ്വന്തമാക്കിയിട്ട് എന്റെ കുടുംബം, എന്റെ തലമുറകള്, എന്റെ മാതാപിതാക്കള്, എന്റെ കുടുംബാംഗങ്ങൾക്ക്, എന്റെ കൂടപ്പുറപ്പിനോ എന്റെ അപ്പന്റെ സഹോദരങ്ങൾക്കോ അവകാശപ്പെട്ടതൊക്കെ ഇന്ന് ഞങ്ങളുടെ കൈവശം വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു തിരിച്ചറിവ് കിട്ടിയാൽ അതേക്കുറിച്ച് അനുദപിക്കാനും പരിഹാരം ചെയ്യാൻ പാപത്തിന്റെ കടം, അത് ഏറ്റവും വലിയ കടം. പാപത്തിന് കടമുണ്ട്, അത് നമ്മൾ കടം വീട്ടണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഞായറാഴ്ച കുർബാന കോയിലേക്ക് എന്താ പറയുന്നത്, ഞായറാഴ്ച കുർബാന കടമെന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോലെ പാപത്തിന് കടമുണ്ട്. നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോ നമ്മൾ കടം മേടിക്കുന്ന പോലെ ഈ കടം മുഴുവനും നമ്മൾ വീട്ടണം. ഇവിടെ വെച്ച് വീട്ടിലില്ലെങ്കിൽ അതിന് പറയുന്നത് അറിയോ, ഓരോ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ കിടക്കേണ്ടി വരും. ഇവിടെ തീർന്നില്ലെങ്കിൽ ശുദ്ധിയുടെ സ്ഥലത്ത് കിടക്കേണ്ടി വരും പാപത്തിന്റെ കടം വീട്ടാൻ. എത്രമാത്രം നമ്മൾ ഇന്നലകളിൽ ചെയ്തിട്ട് പാപം ചെയ്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കടം വരുത്തിയിട്ടുണ്ട്. അതെല്ലാം പരിഹാരം ചെയ്ത് നമ്മൾ വീട്ടണം. ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കുടുംബാംഗങ്ങൾ ചെയ്തിട്ടുള്ള പാപത്തിന് പരിഹാരം ചെയ്ത് കടം നമ്മൾ വീട്ടണം. ഏറ്റവും വലിയ കടം എന്ന് പറയുന്നത് ശരിക്കും പാപത്തിന്റെ കടമാണ്. ആ കടഭാരമാണ് ഈശോ കാൽവരിയിൽ എടുത്തത്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ അറിഞ്ഞോ അറിയാതെ ഒക്കെ പാപം ചെയ്ത് പാപത്തിന്റെ കടം നമ്മുടെ കുടുംബങ്ങളിൽ തലമുറകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാപത്തിന് പരിഹാരം ചെയ്യണം. നിരന്തരമായി പരിഹാരം ചെയ്ത് ഇപ്പൊ ശരീരത്തിൽ പാപം ചെയ്ത് കടം വരുത്തിയോ, ശരീരം പരിഹാരം ചെയ്യണം. ശരീരം കൊണ്ട് അതുകൊണ്ടാണല്ലോ ചിലവർ മല കയറാൻ പോകുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, ഭിത്തിയിൽ എഴുതി പ്രാർത്ഥിക്കുന്നു, സഹനമെടുത്ത് പ്രാർത്ഥിക്കുന്നു, കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തിനാ? പരിഹാര പ്രവൃത്തി കൂടിയാ പ്രാർത്ഥന, പരിഹാര പ്രവൃത്തിയാ. ശരീരത്തിൽ ചെയ്ത പാപം, ഞാൻ ചെയ്ത പാപം, ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ ഞാൻ പാപത്തിന്റെ കടം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് തത്തുല്യമായ പരിഹാരം ചെയ്യണം. 1000 രൂപയുടെ കടം മേടിച്ചെങ്കിൽ എത്ര തിരിച്ചു കൊടുക്കണം? 1000 തിരിച്ചു കൊടുക്കണ്ടേ? 1000 രൂപയുടെ പാപമാണ് ചെയ്തേക്കുന്നെങ്കിൽ 1000 രൂപയുടെ പരിഹാരം ചെയ്യണം. ശരീരം കൊണ്ട്, കണ്ണുകൊണ്ട്, നാവ് കൊണ്ട് എവിടെയൊക്കെ നിലകളിൽ പാപം ചെയ്ത് കടം വരുത്തിയിട്ടുണ്ടോ ആ പാപത്തിന് നമ്മൾ പരിഹാരം ചെയ്യേണ്ടതുണ്ട്.